അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ മുത്തുനബിയുടെ വിനയവിസ്മയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, സൃഷ്ടികളിലെ ഏറ്റവും വലിയ വിനയവിസ്മയം ആയിരുന്നു മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ ആ പുണ്യ പ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട്. മുത്തറസൂലിന്റെ വിനയം പ്രകടമാക്കുന്ന ഏതാനും ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല വേളകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീരുകെട്ടി വീർക്കുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുത്തു തന്നിട്ടും പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെട എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടയോ ആയിഷ എന്നായിരുന്നു. തീർന്നില്ല. ബദറിലേക്കുള്ള യാത്രവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു 3 പേർക്കുമായുള്ള ഏക ആശ്രയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും മർസദ് റളിയല്ലാഹു അൻഹുവും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം. തന്റെ ഊഴം എത്തിയപ്പോൾ ഇരു സഹാബക്കളും പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഊഴത്തിലും അങ്ങ് ഒട്ടകപ്പുറത്തേറുക, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ വിനയത്തിന്റെ സ്വരൂപമായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്, മാത്രമല്ല നിങ്ങളെ പോലെ ഞാനും റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രമേൽ വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു ലോക നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സ്വർഗീയ ഉദ്ഘാടകൻ ആണെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതും ഉണ്ടെങ്കിലും അവിടുന്ന് സദാ വിനയാനുദ്യനായി ജീവിച്ചു. അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താൻ ആയിട്ടും ചെറുകൂരയിൽ ആയിരുന്നു അവിടുന്ന് അന്തിയുറങ്ങിയിരുന്നത്. പ്രിയരെ, ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം വിനയവിസ്മയങ്ങൾ കൊണ്ട് ധന്യമായിരുന്നു അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ മുത്തറസൂലിന്റെ പേരിൽ ധാരാളം സലാത്തുകൾ ചെല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.